ആവശ്യപ്പെട്ടതല്ലേ കൊണ്ടുവന്നു. മതിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമില്ലല്ലോ അല്ലേ? എന്നോട് ദേഷ്യം തോന്നിയേക്കാം, വെറുപ്പുണ്ടാവും, അത് ന്യായമാണ്. എന്നാ സംശയിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറില്ല. നീ വലിയ സത്യവാനെ പോലെ സംസാരിക്കാതെ. 300 കൊച്ചു പെണ്ണെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്നത് കണ്ടപ്പോ ഭയന്നിട്ടല്ലേ കൊണ്ടുവന്ന് വിട്ടത്. ഭയം? ഭയോ? എനിക്കറിയാത്ത വാക്കാ നിങ്ങൾ ഈ പറയുന്നത്. ആരോടും പറയാതെ ഇറങ്ങിപ്പോയിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ? അവളെ കുറ്റം പറയണ്ട, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാ. ഈ പ്രായത്തിൽ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ തന്നെയാ. മറ്റുള്ള കാര്യങ്ങൾ എന്തു പറയുന്നു? മറ്റത് എന്തു പറയാനാ? പയ്യന് ഹോസ്പിറ്റലിൽ കെട്ടിക്കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നതല്ലേ. ബാക്കിയുള്ള ശ്രീധരത്തിന്റെ കാര്യം അവർക്കറിയാം. ഡോ, ഈ വീട്ടിൽ കയറി ഒന്ന് പെണ്ണ് ചോദിക്കാൻ നിലയും വിലയൊക്കെ വേണം. ഈ വീടിന്റെ ശത്രുവാണെന്ന് വിചാരിച്ചോ? കണ്ടവന്മാർക്കൊക്കെ കയറി ഒന്ന് ഭരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ശരി, എല്ലാം നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. എന്നാൽ എനിക്കറിയുന്നൊരു ചെറിയ കാര്യം, ഇവിടെ എന്ത് വാങ്ങണമെങ്കിലും കാശ് കൊടുത്തേ വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു മകനുണ്ടെന്നുള്ള ധൈര്യം സ്ത്രീധനം വാങ്ങിയിട്ട് പെണ്ണിനെ വാങ്ങാൻ അല്ലേ? സ്ത്രീ എന്ന് പറയുന്നത് 10 മാസം ചുമന്ന് പ്രസവിച്ച് ഈ ഭൂമിയെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവ മഹാശക്തിയ. ആ ലക്ഷ്മിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുക വേണ്ടത്. കന്നുകാലികളാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. ഇതൊരു പെണ്ണിന്റെ ജീവിതം. കാശുണ്ടെന്ന അഹങ്കാരത്തിൽ നശിപ്പിക്കരുത്. നിനക്കെന്താ അതിൽ കാര്യം? നീയാണ് അവളെ കെട്ടാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പെണ്ണ് മതിയെന്ന് ഞാൻ വിചാരിച്ച വീട്ടിൽ കയറി വന്ന് ഇറക്കിക്കൊണ്ടുപോകും. ആരും ഒന്നും ഏട്ടാ, ഇവൻ നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ടാ വെല്ലുവിളിച്ചിട്ട് പോയത്. ഇവനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇല്ലടാ, വിടില്ല. വെല്ലുവിളിച്ചിട്ട് പോയതാ, കാണിച്ചു കൊടുക്കുക അവനെ. എടി പെണ്ണേ, എന്താ ഈ കാണിക്കുന്നേ? മുത്തശ്ശി, എന്താ ഇവിടെ ചെയ്യുന്നേ? നാട്ടിലേക്ക് പോവണ്ടേ? തമാശ കളിക്കാ? എന്റെ ചക്കര മുത്തശ്ശി, പഞ്ചാര മുത്തശ്ശി, ഞാൻ പോയിട്ട് വരുമ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞ വാങ്ങിക്കൊണ്ട്. എന്താടി നന്നായി കൊഞ്ചുന്നുണ്ടല്ലോ. എന്താ കാര്യമെന്ന് പറ. അതില്ലേ, ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ തവണ അവനെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ. അഹങ്കാരി, പൊടി പോ. പല്ലടിച്ച് കൊഴിച്ച് താഴെയിട് ഞാൻ. കുറച്ച് സ്നേഹം കാണിച്ച തലേ കയറിയിരുന്ന നീ അങ്ങ് നിരങ്ങോ? ഓഹോ, അവനാണ് പോലും അവൻ. ഇനി കെട്ടാൻ പോന്നവനെ എന്റെ മുമ്പിൽ നിന്ന് അവനിവനെന്നൊക്കെ പറഞ്ഞ പല്ലടിച്ചു കൊഴിക്കും ഞാൻ. എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ മുത്തശ്ശിയോ? ഞാൻ വേഗം വരാം, അച്ഛനറിയാം. നീ പോ, നിന്റെ അച്ഛനെ ഞാൻ നോക്കിക്കോളാം. ബായ്. അരമണിക്കൂറിനകത്ത് വന്നേക്കണേ. ശരി ശരി, ബൈ ബൈ. എന്റെ ദൈവമേ, നല്ല പയ്യന. ഇവളുടെ ജീവിതം അങ്ങോട്ട് സന്തോഷകരമായിരിക്കും. മുരുക, ഞാൻ നിന്നെ മാത്രമേ വിളിക്കാൻ. എന്താ അമ്മേ, അവൾ എവിടെ പോയതാ? നാട്ടിൽ പോവല്ലേ, അതുകൊണ്ട് സർപ്പക്കാവി പോയി ഒരു വിളക്ക് വെച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അതിന് പോയതാ. അവൾ ഒറ്റയ്ക്കാ പോയതെന്ന് അവളുടെ അച്ഛനങ്ങാനും പറഞ്ഞ എനിക്കിട്ട തല്ല് കിട്ടുക. എടി പോടി മണ്ടി. നീ എന്താ നിന്റെ ഭർത്താവിനെ പോലെ എനിക്കും വിവരമില്ലെന്ന് വിചാരിച്ചോ? കൂടെ ഞാൻ ആ പാട്ടയും പറഞ്ഞയച്ചിട്ടുണ്ട്. അവൻ കൂട്ടിക്കൊണ്ട് വരും ഭദ്രമായിട്ട്. എന്തോ എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നില്ല. ഇവളെ പോലെ ഒരുത്തിയെ ഞാൻ. എന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നത്? പുട്ടടിക്കാൻ പറ്റില്ല. അയ്യോ, എന്തിനാ ഒച്ച ഉണ്ടാക്കി? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി 1/2 മണിക്കൂർ നേരത്തേക്ക് നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. എവിടെയെങ്കിലും പോയി ഒളിച്ചോ. ഒന്നും മനസ്സിലായില്ല. എടാ പാട്ടെ, അടിക്കാൻ മാത്രം എന്താ ഞാൻ പറഞ്ഞത്? അയ്യോ, എടി തങ്കമ്മേ, അങ്ങോട്ട് നോക്കി. നോക്ക്, മണി വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നിനക്ക് അല്പം പോലും നാണമില്ലേ? ഉണ്ടായിരുന്നു, നിന്നെ കാണുന്നവരെ. നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും. അത് പറയണം, നീ നല്ല വഴക്കാളിയാ. എല്ലാവർക്കും അറിയാം നിന്റെ ആ സ്വഭാവത്തെ പറ്റി. എന്നാ എനിക്ക് മാത്രം അറിയാം. നിന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ നല്ല സ്നേഹമുള്ളവനാന്ന്.
എന്നാ നിന്റെ ഫൈറ്റ് ഒട്ടും മോശമല്ല. ഞാൻ അറിഞ്ഞു എന്റെ ചെറിയമ്മയ്ക്കാ കഷ്ടപ്പാട്. കുഴമ്പ് തേച്ച് തേച്ച് കൈ കഴിച്ചു. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ വന്നത്? നിന്നെ കാണാൻ വരുന്ന എന്തിനാ? സംസാരിക്കാൻ. ഇപ്പൊ അവന്റെ വായന്ന് കേക്കും, നീ നോക്കിക്കോ. ഒരു മാസം അടിച്ചു പൊളിക്കാൻ വന്നതാ, നടന്നില്ല. എന്ത്? എന്നെ ഇപ്പൊ തന്നെ ബോംബെക്ക് പറഞ്ഞു വിടുക. എന്താ കാരണം അറിയോ? നമ്മുടെ മാറ്ററാ. വില്ലൻ അറിഞ്ഞു, പിടിച്ചു മാറ്റി. എന്റെ അച്ഛൻ തന്നെ, നിന്റെ അമ്മായി അച്ഛൻ. ഞാൻ ബോംബെക്ക് പോവാ, നീ വരുന്നില്ലേ? വളരെ ഉപകാരം. സന്തോഷമായിട്ട് പോ, വരണ്ട. ഒരുപാട് സന്തോഷിക്കല്ലേ. ബോംബെന്ന് കൊച്ചിയിലോട്ട് 1 അവറിനൊരു ഫ്ലൈറ്റാ. ഒരു ദിവസം 10 പ്രാവശ്യം പോയിട്ട് വരാം, അറിയാലോ. ബോംബെയിൽ താമസിച്ച് പഠിക്കാൻ പോവാ. എന്നാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടി അവിടുന്ന് എപ്പോഴും വരും. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, സെൽഫോൺ ഇന്റർനെറ്റ് എല്ലാം ഫിംഗർ ടിപ്പിലല്ലേ. എപ്പ വേണമെങ്കിലും സംസാരിക്കാം, അറിയാലോ. സംസാരിക്കേ, അതിന് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ. അവനോട് സംസാരിക്കേ. പ്രാണനാഥ, എന്റെ ഉടൽ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ജീവൻ നിന്നെ ഏൽപ്പിച്ചു പോകുന്നു. നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ പിന്തിരിപ്പിച്ചാലും ഒരിക്കലും പിരിയാനാകാത്ത വണ്ണം നിന്നിൽ ആകൃഷ്ടയാണ് ഞാൻ. എന്നെ സ്വീകരിച്ചുകൊണ്ട് ശാപമോക്ഷം തരൂ സ്വാമി. എന്താണെന്ന്? അയ്യോ, കൊടുത്തടേ. ഇന്നത്തെ തലമുറ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നിരിക്കും. അതിങ്ങനെ ഒളിച്ചു നോക്കി ചിരിക്ക. ജോലി നോക്ക്. നന്നായിരുന്നു അത്. യു വാണ്ട് വൺ മോർ? ബൈ. ഞാനുണ്ട് മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാ നിന്റെ അച്ഛന്റെ തലച്ചോറി സാരമായ പരിക്കുണ്ടെന്നാ തോന്നുന്നേ. തമാശ പറയാതെ. പിന്നല്ലാതെ മോളെ, ഇങ്ങനത്തെ ഒരു പയ്യനെ കിട്ടി അവന്റെ കയ്യോ കാലോ പിടിച്ച് കല്യാണം നടത്തണ്ടേ? അല്ലാതെ ഇവൻ എന്താ കുറ്റമുള്ളത്? ഇദ്ദേഹം വന്നപ്പോ തൊട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന പവർ കുറഞ്ഞു. എന്നാ പവർ? അവൻ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. നാട്ടിൽ ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവന്റെ ചെയ്തി സഹിക്കാൻ വയ്യാനായിട്ടാ ഞാൻ ബോംബെ വന്ന് സെറ്റിൽ ആയത്. എല്ലാ കാര്യവും ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്യണം. അത് തന്നെയാ എന്റെയും പേടി. അങ്കിൾ എപ്പോഴാ നാട്ടിൽ പോന്നേ? നിന്റെ പറച്ചിൽ കേട്ടിട്ട് ഓവർ സ്പീഡാന്ന് തോന്നുന്നല്ലോ. അങ്ങനൊന്നും ഇല്ല. മനസ്സിലായി. നമുക്ക് വേഗം പോകാന്നേ. പയ്യൻ നല്ല മിടുക്കനാ, നല്ല ലക്ഷണം ഒത്തവനാ. അയ്യോ, എന്താണിത്? നോക്കണ്ടേ? സോറി സർ. അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങ് തരൂ മാഡം, ഞാൻ തുളച്ചു തരാം. ജന, നമ്മുടെ ജന. ഏയ് ദീപക്, ഇങ്ങ് വന്നേ. ഇത് നോക്ക്, നമ്മുടെ ജന. പ്രകാശ് നോക്ക്, നമ്മുടെ ജനയാണ് ഇത്. കാലമല്ലേ, എവിടെ ആയിരിക്കും? ഇത് നോക്കടാ. അല്ല മോളെ, ബോംബെ വരുന്നവരെ നീ മാത്രമേ ജനാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഫോട്ടോ കാണുന്നവരെല്ലാം ജനാന്ന് പറയുന്നല്ലോ. അവൻ ഇതിനു മുമ്പ് വല്ല ഹിന്ദി പടത്തിലും നായകനായി അഭിനയിച്ചായിരുന്നു. ചുമ്മാതിരിക്കാം അങ്കിൾ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയോ? എന്താ മാഡം പറയുന്നേ? ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. നമ്മുടെ ജനയുടെ ഫോട്ടോ ഇവരുടെ കയ്യിൽ എങ്ങനെ? എന്താ നിങ്ങളുടെ ജനയോ? ഇത് ഞങ്ങളുടെ ജനയാ. നിങ്ങൾ പറയുന്ന ആളൊക്കെ ശരിയായിരിക്കും, പേരും കറക്റ്റ് ആയിരിക്കും. എന്നാൽ ഇവൻ ഇതുവരെ ബോംബെയിലോട്ട് വന്നിട്ടേ ഇല്ല. ഇവൻ കോട്ടയത്തിനടുത്തുള്ള കാട്ടിലെ പീടിക എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ളവനാ. വാട്ട്സ് ഹാപ്പനിങ്? എന്താ സർ, നമ്മുടെ ജനയുടെ ഫോട്ടോ. ജന എവിടെ നിന്ന് കിട്ടി ഈ ഫോട്ടോ? ഇവരുടെ അടുത്തുണ്ടായിരുന്നു സർ. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാ. ആയിക്കോട്ടെ. ആക്ച്വലി ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്റെ സ്വദേശം കോട്ടയത്തിനടുത്തുള്ള കാട്ടിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ്. സർ, ജന നിങ്ങളുടെ സ്വന്തക്കാരനാണോ? ഇനിയാ സ്വന്തക്കാരനാകാൻ പോകുന്നത്. ഇതെന്റെ ചേട്ടത്തിയുടെ മോളാ. ഇവിടെയാണ് അവൻ കെട്ടാൻ പോകുന്നത്. മാഡം, എന്താ സർ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങള് എന്റെ കാലിൽ വീഴാന്ന് വെച്ചാ? പ്രായത്തിൽ എന്തിരിക്കുന്നു മോളെ, നമ്മൾ ദൈവവിശ്വാസികളാണല്ലോ. ആ ദൈവത്തെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. ഞാൻ, എൻ്റെ എംപ്ലോയീസ്, ഈ ഹോട്ടൽ എല്ലാം ജന എനിക്ക് തന്ന സൗഭാഗ്യമാണ്. അല്ല, ഞങ്ങളുടെ ജന ഈ ബോംബെയിലേക്ക് വന്നിട്ടേ ഇല്ല. ഇവിടെ വരാത്ത ഒരാള് ഇവിടെയുള്ള ഒരാൾക്ക് എങ്ങനെ സഹായം ചെയ്യാൻ പറ്റും? ജന ബോംബെയിൽ വന്നിട്ടില്ലെന്ന്. സർ, ബോംബെയിൽ ജനയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമില്ല, അദ്ദേഹത്തിന്റെ അടികൊള്ളാത്ത റൗഡികളുമില്ല. ജന എന്ന് പറയുന്നത് വെറുമൊരു പേരല്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ കഷ്ടത അനുഭവിച്ച ഒരു ഉരുവിട്ട മന്ത്രമാണ്. ആ ജനയെ നിങ്ങൾക്കറിയാൻ വഴിയില്ല.
എന്താ ഷോക്കായോ? ഓഹോ, നിങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പോകുന്നത് ഗുണ്ടാ നേതാവാണെന്ന് കരുതിയാണോ? ദേഷ്യമുള്ള മനസ്സിലെ സ്നേഹം ഉണ്ടാവൂ. ഇദ്ദേഹത്തിന് ഗുണം മാത്രമല്ല, നന്മ, സ്നേഹം, ബഹുമാനം ഇതെല്ലാം ഒത്തുചേർന്ന ഒരു നല്ല മനുഷ്യനാ ജന. ഇവിടെ ജന ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ആഹാ, സൂപ്പർ. ആഹാ, ദേവകി, നീയാണോ ഉണ്ടാക്കി? എന്താ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് രുചി മാത്രമേ അറിയൂ. ഡേറ്റ് നാളും ഒന്നും ഓർമ്മയുണ്ടാവില്ല. ജന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്റെ പണി കുറഞ്ഞു. തരാടാ. ഞാനെന്താ ഓർക്കാതിരുന്നത്? മറന്നോ? കഴിഞ്ഞ മാസം 20-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? ഒന്ന് വിഷെങ്കിലും ചെയ്തോ നിങ്ങള്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ രാവിലെ കോട്ടും എടുത്ത് കോടതിയിലേക്ക് പോയി. ഇവനാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിലേക്കും പോയി. രാവിലെ ജന എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒരു മോതിരവും പ്രസന്റ് ചെയ്തു. ദാ നോക്ക്, കണ്ടോ? കഴിഞ്ഞ വർഷം അച്ഛൻ പുതിയൊരു കാർ പ്രസന്റ് ചെയ്തു. അതമ്മ മറന്നോ? തന്നായിരുന്നോ? പിന്നല്ലാതെ. അമ്മേ, ആ അത് ശരിയാ. അത് കഴിഞ്ഞ വർഷത്തെ കണക്കല്ലേ. ഈ വർഷം മറന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. വയസ്സായി. ജനയാണ് എന്നെ രാവിലെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടു പോയതും ടിഫിനൊക്കെ ഉണ്ടാക്കി തന്നതും. അറിയോ? ഓ, ഇന്നാരുടെ ബർത്ത്? തമാശ കളിക്കാ. ഇന്ന് നമ്മുടെ വെഡിങ് ഡേ. ഓഹോ, സോറി. ചിരിക്കാതെ. ജന, സോറി. എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഓർമ്മയുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇന്നും മറന്നുപോയി. അടുത്ത വർഷം നോക്കൂ, ഗംഭീരാക്കാം. അടുത്ത വർഷം റിട്ടയർ ആവാൻ പോവല്ലേ? പിന്നെ ഇതൊക്കെ എങ്ങനെ ഓർത്തു വെക്കാനാ? എന്താ ഇത് വെഡിങ് ഡേ ആയിട്ട് റിട്ടയർമെന്റിനെ പറ്റി സംസാരിക്കുന്നത്? സാറിന്റെ വയസ്സ് എല്ലാവർക്കും മനസ്സിലാവും. കറക്റ്റാ സ്വാമിനാഥ. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കിളവനാക്കി. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ? യു ആർ ഓൾവേസ് സ്മാർട്ട്. കേട്ടില്ലേ? സുഖിപ്പിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണം കൂടി കഴിപ്പിച്ചു കൊടുക്കും. അത് കൊള്ളാമല്ലോ. ആദ്യം നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കല്യാണം നടക്കട്ടെ, അതിനുശേഷം സാറ് വെയിറ്റ് ചെയ്യും. ഒരു കുഴപ്പമില്ല. യു ആർ റൈറ്റ്. യെസ് സർ. എന്താ പറഞ്ഞു? നോ സർ, നോ മാഡം. ജന, അദ്ദേഹം വന്നിട്ടുണ്ട്. സെൻട്രൽ ഹോട്ടലിന്റെ ഓണർ. എപ്പോഴാണ് നടന്നത്? രാവിലെ. സേട്ട് കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തതാ. പെട്ടെന്ന് ഗുണ്ടകളെയും കൊണ്ടുവന്ന് അത് അദ്ദേഹത്തിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അടിച്ചിറക്കി. പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ലേ? കൊടുത്തായിരുന്നു. 5 ലക്ഷം രൂപ കൊണ്ടുവന്ന അന്വേഷിക്കാമെന്ന് അവർ പറഞ്ഞു. ജന, കസബ പോലീസ് സ്റ്റേഷൻ. രാമനാഥൻ എന്ന പുതിയ എസ് ഐ ചാർജ്. 30 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഹോട്ടൽ നടത്തിപ്പോരുന്നവരാ. ഇത് നോക്കിയേ, ഒറിജിനൽ ഡോക്യുമെന്റ്സാ. ബാധ്യതാ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും ഉണ്ട്. എന്നാൽ ഇന്നെന്റെ മക്കൾക്ക് ഉറങ്ങാൻ 1 സെന്റ് ഭൂമിയില്ല. മുമ്പൊക്കെ പുറമ്പോക്ക് സ്ഥലമായിരുന്നു കൈയേറുന്നേ. ഇപ്പൊ പട്ടയുള്ള സ്ഥലമാണെങ്കിൽ അവര് കൈയേറുക. അവന്റെയൊക്കെ അഹങ്കാരം. നാട് വിട്ട് ജീവിക്കാൻ വന്നതല്ലേ, ആരും ചോദിക്കാൻ വരില്ലെന്നുള്ള ധൈര്യമാണ്. ഇങ്ങനെ ദിവസവും ഇടി വാങ്ങി ഞങ്ങളുടെ നട്ടെല്ല് വളഞ്ഞു പോകാനാ തലയിലെഴുത്ത്. ഞങ്ങൾ 40,000 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഇല്ലേ? ചോദിക്കാൻ ആരും മുന്നോട്ട് വരാത്തിടത്തോളം കാലം വരെ നട്ടെല്ല് വളഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോരുത്തരും ചോദിക്കണം. ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ നട്ടെല്ല് നിവരും. ഗണേഷ്, ജന, ഇവരിന്ന് നിന്റെ വീട്ടിൽ തങ്ങട്ടെ.
ജന പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ മുതൽ നിങ്ങളുടെ ഹോട്ടലാ. വാ പോവാം.